ഹായ്, ഞാൻ മോളമ്മയാണ് ഷുഗർ ബാറിൽ നിന്നും. നമുക്കിന്ന് ചിക്കൻ ഗീ റോസ്റ്റ് ഉണ്ടാക്കാമേ. 1 കിലോ ചിക്കനെ ചെറിയ പീസായിട്ട് അരിഞ്ഞ് ക്ലീനാക്കി വെച്ചു. 3 ടേബിൾ സ്പൂൺ ഗീ, ഒരു 4 വലിയ സവാളയെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് മല്ലിയില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയെ ചതച്ച് വെച്ചിട്ടുണ്ട്, 6 വെളുത്തുള്ളിയെ ചതച്ച് വെക്കുക, 4 പച്ചമുളക്, 4 ചെറിയ ടൊമാറ്റോ ചോപ്പ് ചെയ്ത് വെക്കാം. ജീരകമാണ് കടുകിന് പകരമായി ഇടുന്നത്. 1 കപ്പ് തൈര്, 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല പൗഡർ. പിന്നെ ഇതിനകത്ത് മെയിൻ സാധനമാണ് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും കൂടെ മിക്സ് ചെയ്ത് വെക്കുക. ഇനിയും ചീനച്ചട്ടി നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗീ 3 ടേബിൾ സ്പൂണാണ്, അതിട്ട് ചൂടാക്കുക. അതിനുശേഷം അതിലേക്ക് ജീരകം ഇടുക. ഈ സമയത്ത് ജീരകത്തിന് പകരം ജീരകത്തിൻ്റെ പൊടിയാണെങ്കിൽ അതും ഇപ്പം തന്നെ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് വേണം ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യാൻ. ഇനിയും ജീരകം പൊട്ടിയതിന് ശേഷം അതിലേക്ക് ചിക്കൻ മുഴുവൻ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നല്ല രീതിയിൽ കളർ മാറും, അതായത് ഈ പിങ്ക് കളർ മാറി വൈറ്റ് ഷെയ്ഡിലേക്ക് വരും. ആ സമയമാകുമ്പോൾ അടച്ച് വെച്ചൊന്നും ചെയ്യരുത്, തുറന്ന് തന്നെ വെച്ച് ഇളക്കുക. ആ സമയമാകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 4 സവാളയെ മുഴുവനിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിക്കാം. സവാളയുമായി ചിക്കൻ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കൂടി ഇട്ട് വീണ്ടും ഇളക്കി യോജിപ്പിക്കാം. ഇങ്ങനെ ഒരു 2 മിനിറ്റോളം നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നമ്മുടെ ചിക്കനിൽ സവാളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം നന്നായി പിടിച്ചെന്ന് വരുമ്പോൾ, അതായത് കളർ മാറി ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 4 ചെറിയ തക്കാളിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അതും കൂടെ ഇട്ട് വീണ്ടും വഴറ്റാവുന്നതാണ്. അതിലേക്ക് തന്നെ മല്ലിയില അരിഞ്ഞതും കൂടെ ആഡ് ചെയ്യാം. വീണ്ടും ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നല്ലൊരു മണം വരാൻ തുടങ്ങും. ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളുണ്ടല്ലോ, മസാലപ്പൊടികൾ, അത് മുഴുവനിട്ട് വീണ്ടും ഇളക്കി നല്ലതായിട്ട് യോജിപ്പിക്കണം. ഇനിയും ഇതിൽ ഒരു 2-3 മിനിറ്റോളം സമയമെടുക്കുമേ. അതിൻ്റെ പച്ചമണമെല്ലാം മാറി നല്ല സ്മെല്ല് വരാൻ സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു സമയമാകുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് തൈര് ആഡ് ചെയ്യേണ്ടത്. തൈരും കൂടെ ആഡ് ചെയ്ത് വീണ്ടും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പും കൂടെ ആഡ് ചെയ്ത് ഇതിനെ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാവുന്നതാണ്. പിന്നെ ഉണ്ടല്ലോ, ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഞാൻ ഫേസ്ബുക്കിലിടുന്ന വീഡിയോസും എല്ലാവരും കാണണേ, അതിലെന്നെ ഫോളോ ചെയ്യാനും മറക്കരുതേ. അത്രയേ ഉള്ളൂ. പിന്നെയുണ്ടല്ലോ, പുളിയില്ലാത്ത തൈര് തന്നെ ഈ റെസിപ്പിക്ക് യൂസ് ചെയ്യണം. ഇതിൽ തൈരും കൂടെ ഒഴിച്ച് വെന്ത് വരാനായി ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് അടപ്പ് തുറന്ന് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടറും കസൂരി മേത്തിയും കൂടെ ആഡ് ചെയ്ത് കറി തീ ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ സമയത്ത് ഉപ്പ് വല്ലതും വേണമെങ്കിൽ ഇട്ടോണേ. എന്തൊക്കെ പറഞ്ഞാലും ഈ റെസിപ്പി ഉഗ്ര റെസിപ്പിയാണേ. നമുക്ക് ഗീ റൈസിൻ്റെ കൂടെ, അതുപോലെ തന്നെ പൊറോട്ട, ചപ്പാത്തി, അങ്ങനെ എന്തിൻ്റെ കൂടെയും ഇത് നമുക്ക് ഓടും. അടിപൊളി റെസിപ്പിയാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് ഒരു പാർട്ടിക്കൊക്കെ നമുക്ക് സെർവ് ചെയ്യാനും ഉഗ്ര റെസിപ്പിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീട്ടുകാരോടും കുട്ടികളോടുമൊത്ത് എല്ലാവരും എൻജോയ് ചെയ്യുക. ഞാനും ഹാപ്പി, നിങ്ങളും ഹാപ്പി. താങ്ക്